ഹായ് നമസ്കാരം. ഫിംഗർ പ്രിന്റ് സെർച്ചറുടെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓണായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ശ്രദ്ധിച്ച് ആ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് 30/7/2024 എന്ന് പറയുന്ന ഗസറ്റഡ് ഡേറ്റിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/9/2024 അവസാന ദിവസം വരെ കാത്തിരിക്കാണ്ട് ഫിംഗർ പ്രിന്റ് സെർച്ചറുടെ ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു കാറ്റഗറി നമ്പർ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 233/2024. നിങ്ങൾ കേരള PSC തുളസി വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ അവിടെ കാറ്റഗറി നമ്പർ ഡയറക്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷനിൽ ഡയറക്റ്റ് ചെല്ലാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് മനസ്സിലുണ്ടാവട്ടെ. എന്താണ് ഈ ഒരു ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ ക്വാളിഫിക്കേഷൻ, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ പേ സ്കെയിലൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഇത് ഡിപ്പാർട്ട്മെന്റ് പോലീസ് തന്നെയാണ്. പോലീസിന്റെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ ഭാഗമായിട്ടാണ് ജോലി. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ് സെർച്ചർ ആണ്. ഫിംഗർ പ്രിന്റ് സെർച്ചർ ആയിട്ടാണ് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുക. സ്കെയിൽ ഓഫ് പേ നല്ല ആകർഷകമായിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് പേ ആണ്. 43,400 91,200 രൂപയ്ക്കും ഇടയ്ക്കാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു എമൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പേ ആയിട്ട് വരുന്നത്. 1 ലക്ഷത്തിനടുത്ത് സ്കെയിൽ ഓഫ് പേ ഉയരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ജോലിയാണ് എന്ന് മനസ്സിലാക്കുക. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് വരുന്നത്. അതായത് പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് ഈ ഒരു എക്സാം നിലവിൽ നടത്താനായിട്ട് പോകുന്നത് കേരള PSC. ഈ ഒരു എക്സാമിലേക്ക് വരുമ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻസ്, അതേപോലെ അപ്പോയിന്റ്മെന്റ് മെത്തേഡ്, ഏജ് ലിമിറ്റിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം 18-നും 36 വയസ്സിന് ഇടയ്ക്കുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം എന്ന് എടുത്തു പറയുന്നു. SC ST OBC വിഭാഗങ്ങൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ ആസ് യൂഷ്വൽ ഈ ഒരു പോസ്റ്റിനും ലഭ്യമാകും. പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതായത് എക്സാം നടത്തി ഡയറക്റ്റ് നിയമിക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ബോണ്ടും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പിന്നീട് ജോലിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും, ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ BSc ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഫിസിക്സ് ആണ് ഇവിടെ പറയുന്ന ക്വാളിഫിക്കേഷൻ. ഡിഗ്രിയിലും കെമിസ്ട്രിയിലോ ഫിസിക്സിലോ ഡിഗ്രി. അപ്പോൾ പലപ്പോഴും എന്നോട് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചൊരു സാധനം, പോളിമർ കെമിസ്ട്രി ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമോ? കാരണം ഈ അടുത്തിടയ്ക്ക് ഒരു സുപ്രീം കോടതി വിധിയൊക്കെ വന്നിട്ടുണ്ടായത് അല്ലേ. തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈക്വലൻസി വരുന്ന സബ്ജക്ട് ഏതൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്ത സ്ലൈഡിൽ ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരു ഡോക്ടറിനെ കൊണ്ട് കൃത്യമായിട്ട് ഡിസ്റ്റന്റ് വിഷനും നിയർ വിഷനും ഒക്കെ എത്രയാണെന്നുള്ളതിനെ കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി അവിടെ ഹാജരാക്കേണ്ടതായിട്ട് വരും. അതായത് റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും ഡിസ്റ്റന്റ് വിഷനും നിയർ വിഷനും ഒരു പ്രശ്നവും ഇല്ല എന്നും കളർ ബ്ലൈൻഡ്നെസ് പോലത്തെ രോഗങ്ങളൊന്നും ഇല്ല എന്നും നിങ്ങൾ സാക്ഷ്യപ്പെടുത്തേണ്ടി വരും. കാരണം അങ്ങനെയുള്ളവർക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് PSCയുടെ നോട്ടിഫിക്കേഷനിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക കാര്യമായിട്ട് വരുന്നത്. ഇനി ഇവിടെ ഈക്വലൻസി ഏതൊക്കെയാണ്? BSc കെമിസ്ട്രി പഠിച്ചവരാണെങ്കിൽ നമ്മുടെ റൂൾ പ്രകാരം ക്വാളിഫിക്കേഷൻ പറയുന്ന ഇതാണ് അല്ലേ. ഈക്വലൻസി അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് BSc ഫിസിക്സ് ഇലക്ട്രോണിക്സ് ഉള്ളവർ, BSc പോളിമർ കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർ, BSc B.Ed ഫിസിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ളവർ, BSc MSc ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർ, BSMS ബാച്ചിലർ ഓഫ് സയൻസ് മാസ്റ്റേഴ്സ് ഓഫ് സയൻസ് കെമിസ്ട്രി ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഈക്വലൻസി ഉള്ളവർക്കും ഇതിൻ്റെ ഒപ്പം ചേരാൻ പറ്റും. പോളിമർ കെമിസ്ട്രിക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇതിനകത്ത് നേരിടേണ്ടി വരുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഫിംഗർ പ്രിന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നത് ഇതിന്റെ നിയമനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ്. നമുക്കറിയാം 1.5 വർഷത്തോളം ആയിട്ടുള്ളൂ ഇതിന്റെ. ഇത് നോക്കൂ, 2022 8-ാം മാസത്തിലാണ് ഈ ഒരു ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത്. അതിൽ 13 പേർക്ക് ഇതിനോടകം നിയമനം അല്ലെങ്കിൽ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിലവിൽ 13 പേർക്ക് അഡ്വൈസ് വന്നിട്ടുണ്ട്. അന്ന് എക്സാം നടക്കുന്ന സമയത്ത് ഒരു വേക്കൻസിയിലേക്ക് ആയിരുന്നു ആ ഒരു എക്സാം നടത്തിയതെങ്കിലും 13 അഡ്വൈസ് ഇപ്പം നിലവിൽ പോയിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നവർക്കായിരിക്കും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുക. അതും ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഡിഗ്രി ഫിസിക്സ്, ഡിഗ്രി കെമിസ്ട്രി പഠിച്ചവർക്കാണ്, ആ സബ്ജക്റ്റിലുള്ള നോളജ് ഉള്ളവർക്കായിരിക്കും ഇതിന്റെ ലിസ്റ്റിലേക്ക് കയറാനായിട്ട് സാധിക്കുക. സോ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നുമൊക്കെ എത്ര മാർക്കാണ്, ഇതിന്റെ സിലബസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്ന് അറിയാം. നിങ്ങളുടെ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇതിന്റെ സിലബസ് ഒഫീഷ്യലി എവിടെയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സിലബസ് എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. എൻട്രി ഫിംഗർ പ്രിന്റ് സെർച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്നതിനുള്ള അവസരം എൻട്രിയിലുണ്ട്. സോ അത് യൂസ് ചെയ്യുക. ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ടോപ്പ് ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്താനുള്ള ശ്രമം നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.